എന്താകും ഇന്ന് ലാലേട്ടൻ വന്ന് പറയാൻ പോകുന്നത്? തണുത്ത മട്ടിലായിരിക്കുമോ ലാലേട്ടന്റെ പ്രതികരണം, അതോ ആവശ്യമുള്ള കാരണത്തിൽ നല്ല ചൂടൻ പ്രതികരണവുമായിട്ട് ലാലേട്ടൻ ഇന്ന് വീക്കെൻഡിൽ വന്ന് എല്ലാവരെയും പൊരിക്കുവോ? കണ്ടറിയാം. ജിസേലിന്റെയും ഒനിയലിന്റെയും ജയിൽവാസം എന്തായി, അവർ ശരിക്കും സമയം കാൽക്കുലേറ്റ് ചെയ്തോ, എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ജിസേലും ഒനിയലിന്റെയും കാര്യം പറയുകയാണെങ്കിൽ, ജിസേലും അവർ ഒരു 5 മണിക്കൂർ മാക്സിമം അവർ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കാൻ പറ്റില്ല. കാര്യം എപ്പോഴും അലേർട്ടായിട്ടിരുന്ന് ടൈം ഇങ്ങനെ അതിലിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം ഇരുമ്പ് വടിയിൽ. പിന്നെ ഇവർ പള്ളിയിലെ ആ സമയം കേൾക്കണം, പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയിൽ ഇത് കേൾക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം ഇവർ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കേൾക്കുമല്ലോ, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇവർ കിടന്നുറങ്ങിയത് കേട്ടോ. എന്തായാലും ബിഗ് ബോസ് ഇവർ കിടന്നുറങ്ങി, ഒരു 5 മണിക്കൂർ മാക്സിമം ഇരുന്നിട്ട് കിടന്നുറങ്ങി. പുറത്ത് ഷാനവാസും അഭിയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, ഒരു 10:30 ആയപ്പോഴാണ് ബിഗ് ബോസ് ചോദിച്ചത് എത്ര മണിയായി എന്ന് ജിസേലിനോട്. അപ്പോൾ ജിസേലും ഒനിയലിനോട്. അപ്പം അവർ പറഞ്ഞത് 10:45. ആദ്യം 10:30 പറഞ്ഞു കേട്ടോ, പിന്നെ 10:45 പക്ഷേ ഏകദേശം ഒരു കറക്റ്റ് ആയിരുന്നല്ലോ, 10-15 മിനിറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് സാരമില്ല എന്ന് പറഞ്ഞ് ഇതിനൊരു ഇളവ് തരെയാണെന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. ഇനി അടുത്തത്, ഇവർക്ക് ഇന്ന് ഫുഡ് അവർ ബിഗ് ബോസാണ് കൊടുത്തത്. ദോശയൊക്കെ ലക്ഷറി ഐറ്റംസ് കൊടുത്തു, കുറച്ച് കൊടുത്തു. ബാക്കി കുറച്ച് ടിക്കയൊക്കെ വരാൻ കിടക്കുന്നു, വെളിച്ചെണ്ണയൊക്കെ കൊടുത്തു. അപ്പോൾ ആദ്യമായിട്ട് എണ്ണയൊക്കെ കാച്ചി കുളിക്കാൻ പോവുകയാണ്, തലയിലൊക്കെ തേച്ച്. പിന്നെ ഇവർക്ക് മുട്ടയില്ലേ? ഞാൻ ചോദിക്കുന്ന, വീക്കിലി റേഷനിൽ മുട്ടയില്ലേ? ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ കണ്ടിട്ടില്ല ഇവർക്ക് മുട്ടക്കറി. ഒരു മുട്ടക്കറി വെക്കുന്നത് ഞാൻ കാണുന്നില്ല. സാധാരണ എല്ലാ ബിഗ് ബോസുകളിലും ഹിന്ദി ആണെങ്കിലും ഏത് സീസണത്തിൽ മുട്ട കൊടുക്കും അവർക്ക്. ഒരാഴ്ചത്തേക്കുള്ള മുട്ടയുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താ മുട്ട കൊടുക്കുന്നില്ലേ? അപ്പോൾ ഞാനതെങ്ങനെ ആലോചിച്ചു. ഓക്കെ, പിന്നെ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് എന്തായിരിക്കും പറയാൻ പോകുന്നത്, അതോ ലാലേട്ടൻ തണുപ്പ് മട്ടായിരിക്കും? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പം ബിഗ് ബോസിലെ എപ്പിസോഡുകളും സീസണും ഒക്കെ ചിലപ്പോൾ ഡിമ്മായിരിക്കും. ലാലേട്ടൻ്റെ എപ്പിസോഡായിരിക്കും പക്ഷെ എല്ലാ പ്രേക്ഷകരും കാണണം. ആ സമയത്ത് ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കും. കാര്യം അത് ലാലേട്ടൻ വരുന്നത് കൊണ്ട് തന്നെയാണ് അത് കാത്തിരിക്കുന്നത്. ലാലേട്ടൻ എന്തു പറയുന്നു, എങ്ങനെയാണ് ഈ ഇവിടെ വിഷയങ്ങൾ ഉണ്ടായതിനെയൊക്കെ ഡീൽ ചെയ്യുന്നത്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പം വലിയ വിഷയമൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ചിലപ്പോൾ കണ്ടന്റേ ഉണ്ടാവില്ല. എന്നാലും ലാലേട്ടൻ അത് കൊഴുപ്പിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? മറ്റ് ബിഗ് ബോസുകളിൽ ചിലപ്പോൾ എപ്പിസോഡ് ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ആ ആഴ്ച വളരെ ലോ ആയിരിക്കും TRP ഒക്കെ. പക്ഷേ ആ ഹോസ്റ്റിന് ഒരുപാട് അതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ലാലേട്ടൻ അത് ചെയ്യണം എന്നാണ് ഞാനും പറയുന്നത്. കാര്യം ഇതിനകത്ത് ഈ ആഴ്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ചില സമയത്ത് ലാലേട്ടൻ തണുപ്പ് മട്ടായി പോവും. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും, അയ്യോ ഇപ്പം വന്ന് ഫയർ ചെയ്യും, ഇപ്പം ലാലേട്ടൻ ഇയാൾ ഇത്രയും വലിയൊരു തെറ്റ് ഈ ആഴ്ച ചെയ്തു, അപ്പം എന്തായിരുന്നാലും അതിനുള്ളത് ഒരു ഫയറിങ് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാലും അയ്യോ മോനെ ഇങ്ങനെ പറഞ്ഞങ്ങ് പോവും. ചിലപ്പോൾ ഫയറിങ് ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവൂല. അപ്പോൾ അതാണ് പ്രേക്ഷകരും വന്ന് കമൻറ്റ് ബോക്സിലും എന്നോടത്തൊക്കെ പറയുന്നത്, ചേച്ചി ലാലേട്ടൻ ചിലപ്പോൾ ഒരു തണുപ്പൻ പ്രതികരണമായിരിക്കും. നമ്മൾ വിചാരിക്കും, നമ്മളിങ്ങനെ കാത്തിരിക്കും എന്താ നടക്കണം എന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരനൊന്നും ഇതാവാതെ അങ്ങ് തണുത്ത പ്രതികരണം പോലെ അങ്ങ് തണുപ്പിച്ച് കളയും, അത് വിഷയത്തെ തണുപ്പിച്ച് കളയും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സേഫ് ഗെയിം ലാലേട്ടൻ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് സെക്ഷനിൽ കമൻസ് ഒക്കെ വരുന്നുണ്ട് കുറേ. എനിക്ക് പേഴ്സണലി വരുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങൾ ഒരുപാടുണ്ട്. ആര്യൻ്റെ വിഷയം തന്നെ ഈ ആഴ്ച ആര്യൻ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ആര്യൻ്റെ വിഷയം തന്നെ കുറേ ചർച്ച ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആര്യൻ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ സംസാരിക്കും, കുറേ കാര്യങ്ങൾ വാ തുറക്കുമ്പോൾ പുള്ളിക്കാരൻ എല്ലാം സംസാരിക്കും. ഞാൻ ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്തത്, ബ്ലണ്ടർ, നല്ലത്, പൊട്ടത്തരം എല്ലാം വിളിച്ച് പറയും. അപ്പോൾ ഇതിനകത്ത് ചെരുപ്പേറ്, അതുപോലെ ചിരിച്ചത്, മറ്റേ ശൈത്യയുടെ കാര്യത്തിൽ ടാസ്ക് മുട്ടയടിക്കുന്ന ആ ഒരു ടാസ്കിനെ കുറിച്ച് എന്തായാലും അത് ചോദിക്കും. പിന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിക്കുമോ എന്തോ. പിന്നെ പണിപ്പുര ടാസ്ക് മതിയായെന്നൊക്കെ ഇന്നലെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ റിയലാണ്, അങ്ങ് പറഞ്ഞു മനസ്സിൽ വരുന്ന. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ സേഫ് അടിച്ച് കണ്ണിങ്ങായിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്യണത് ചില ആൾക്കാർ. അതിനകത്തുണ്ട് ഒരുപാട് പേരുണ്ട് കണ്ണിങ് ഗെയിമേഴ്സായിട്ട്, അതായത് കൂടുതലൊന്നും പറയാൻ. ഇപ്പോൾ ഷാനവാസ് ഉണ്ട്, അക്ബറുണ്ട്. അക്ബറൊക്കെ ആവശ്യമുള്ളത് പറയുള്ളൂ. ഷാനവാസും അതുപോലെ തന്നെ വളരെ സേഫായിട്ട് വളരെ ആലോചിച്ചും, അനീഷും അങ്ങനെ വളരെ ആലോചിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ആര്യനൊന്നും അങ്ങനെയല്ല, അങ്ങ് വായിത്തോന്ന് അങ്ങ് പറയും, മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് ഇന്നലെ പണിപ്പുര ടാസ്ക് മതിയായി, എന്തോന്നും ഇത് ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ജിസേലിൻ്റെ കോഫി പൗഡർ, ജിസേലിന് ടാസ്കിൻ്റെ കാര്യം, അതുപോലെ അനീഷിനെ അക്ബർ എറിഞ്ഞത്, പില്ലോ എറിഞ്ഞത്,
അതുപോലെ പണിപ്പുര ടാസ്കിന്റെ ഒരു ഇതൊക്കെ കാണും. പക്ഷെ അത് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രതികരിക്കുമോ? അപ്പൊ ചിലപ്പോൾ മോനെ ഇതൊക്കെ കളിക്കണ്ടേ മോനെ, മൊട്ടയടിക്കണ്ടേ മോനെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിടുവോ എന്നറിയില്ല. കാര്യം ലാലേട്ടൻ ഇങ്ങനെ ചിരിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതങ്ങ് പോവും. പിന്നെ അതുപോലെ തന്നെ ഒനീലിൻ്റെ ഭാഷയെക്കുറിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അനു കിച്ചൺ ടീമിൽ അനു മാത്രമല്ല കിച്ചൺ ടീമിൻ്റെ ഒരു പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജയില് എല്ലാം. പിന്നെ വീക്ക്ലി ടാസ്ക് പറയാൻ വീക്ക്ലി ടാസ്ക് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആയിരിക്കും സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വീക്ക്ലി ടാസ്ക് ഇനി കൊടുക്കണം എന്നാണ്. കാര്യം അതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു നട്ടൽ, അതും കൂടിയാണ് അല്ലേ. അപ്പം ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ലാലേട്ടൻ ശക്തമായി സംസാരിച്ചാൽ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു സമാധാനമാവും. പിന്നെ ഔട്ടാവുന്നതിൻ്റെ കാര്യമല്ലേ എല്ലാവരും. ഞാൻ പോളിട്ടായിരുന്നല്ലോ, കമ്മ്യൂണിറ്റി പോളിട്ടയിൽ ഏറ്റവും കുറഞ്ഞ് കാണുന്നത് നമ്മുടെ സരികയ്ക്കും റെനയ്ക്കും ശൈത്യയ്ക്കും ഒക്കെയാണ്. കണ്ടറിയാം എന്താവും എന്നുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുക. ആ പ്രൊമോയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ബർത്ത്ഡേ വിഷസ് അയച്ച എല്ലാവർക്കും താങ്ക് യു കേട്ടോ. എല്ലാവരും അയച്ചു. ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കമൻറ്റ്സ് കിടക്കുന്നുണ്ട്. മറ്റേ യൂട്യൂബിൽ കമൻറ്റ്സ് അയച്ച എല്ലാവർക്കും താങ്ക് യു കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ മറ്റേ ഇൻസ്റ്റയിലും ഒക്കെ അയച്ചവർക്ക് ഞാൻ പതുക്കെ റിപ്ലൈ ചെയ്യാം. എനിക്ക് ഒരുപാട് റിപ്ലൈ കൊടുക്കാൻ കിടക്കുന്നു. അപ്പോൾ താങ്ക് യു. അപ്പോൾ എന്താ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.